പ്രവാചകൻ പറഞ്ഞൊരു കഥയായിരുന്നു അത്. മൂന്നാളുകൾ ഒരു യാത്ര പുറപ്പെടുകയാണ്. ഏറെ ദൂരം ഇങ്ങനെ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാട്ടിലൂടെയാണ് അവരുടെ യാത്ര. പെട്ടെന്ന് മഴയും ഇടിയും മിന്നലൊക്കെ തുടങ്ങി. ആ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് അവർക്കൊരു സംരക്ഷണം കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് കണ്ടൊരു ഗുഹയിൽ കയറി അവർ അഭയം തേടുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ ശക്തമായ മഴയും കാറ്റൊക്കെ കാരണത്താൽ മലമുകളിൽ നിന്ന് വലിയൊരു പാറക്കല്ല് ഉരുണ്ടു വന്ന് ഇവർ ഈ നിൽക്കുന്ന ഗുഹയുടെ മുഖം അത് അടച്ചു കളഞ്ഞു. പുറത്തേക്ക് വെളിച്ചം പോലും കാണാത്ത തരത്തിൽ അവരുടെ ഗുഹ അത് പൂർണ്ണമായും അടഞ്ഞു കഴിഞ്ഞിരുന്നു. തങ്ങളുടെ കയ്യിൽ മതിയായ ഭക്ഷണം പോലുമില്ല. ആളുകളൊന്നും എത്താത്ത ഈ മഹാവനത്തിൻ്റെ ഉള്ളിൽ ഈ ഗുഹയിൽപ്പെട്ട് തങ്ങൾ മരിച്ചു പോകുമെന്ന് അവർ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആ സമയത്ത് മൂന്നാളുകളും ഒരു കാര്യം തീരുമാനിക്കുകയാണ്. നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയ 3 നല്ല കാര്യങ്ങൾ എടുത്ത് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ആ ചെയ്തു പോയ നന്മയുടെ കാരണം അള്ളാഹു ചിലപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് രക്ഷിച്ചേക്കാം എന്ന് പറഞ്ഞ് അവർ 3 പേരും അതിന് തയ്യാറാവുകയാണ്. ഒന്നാമത്തെ ആൾ മുന്നോട്ട് വന്നു. ആ കല്ലിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഒന്നാമത്തെ ആൾ പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ, ഞാൻ ഒരുപാട് ആടുകളെ മേയ്ക്കുന്ന, ഒരുപാട് ആടുകളും ഒട്ടകങ്ങളൊക്കെ ഉള്ള ആളാണ് ഞാൻ നേരം വെളുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ആടിനെ മേൽക്കാൻ വേണ്ടിയിട്ട് മരുഭൂമിയിലും മറ്റൊക്കെ ഇങ്ങനെ സഞ്ചരിക്കും. ഏറെ ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ തിരിച്ചു വരും. ശേഷം ആടിനെ കറന്ന് പാലുമായിട്ട് ഞാൻ ആദ്യം തിരിച്ച് വീട്ടിലേക്ക് കയറി വരുന്നത് എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെ അടുത്തേക്കാണ്. അവർക്ക് നല്ല പ്രായമായിട്ടുണ്ട്. അവർക്ക് ഞാൻ പാല് കൊടുക്കും. അവർ പാല് കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കൊക്കെ ഞാൻ പാല് കൊടുക്കുക. ഒരു ദിവസം ഞാൻ ഇതുപോലെ പോയി ഏറെ ദൂരം സഞ്ചരിച്ചതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അപ്പോഴേക്കും ഞാൻ വന്നപ്പോഴേക്കും എൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ ഉറങ്ങിപ്പോയിരുന്നു. അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് വന്ന് ഈ പാൽപാത്രവും പിടിച്ചിട്ട് ഇങ്ങനെ നിശ്ചലനായി നിന്നു. എന്നും അവർക്ക് കൊടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ മക്കൾക്ക് പോലും പാല് കൊടുക്കുക. ഇന്ന് സമയം വൈകിയ കാരണത്താൽ അവർ ഉറങ്ങിപ്പോയിരിക്കുകയാണ്. അവരെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചവർക്ക് പാല് കൊടുത്ത് അവരുടെ ഉറക്കം ശല്യപ്പെടുത്താനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അവർ ഉണരും വരെ ഞാൻ കാത്തിരുന്നു. എൻ്റെ മക്കളൊക്കെ എൻ്റെ കാൽക്കീഴിൽ കിടന്നിട്ട് വിശന്നിട്ട് കരയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഉമ്മക്കും ഉപ്പക്കും കൊടുത്തതിന് ശേഷം മാത്രം ഞാൻ അവർക്ക് കൊടുക്കൂ എന്ന് തീരുമാനിച്ചതായിരുന്നു. അങ്ങനെ നേരം വെളുക്കുവോളും ഞാൻ അങ്ങനെ ആ പാൽപാത്രവും പിടിച്ചിട്ട് എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും അരികത്തിരുന്നു. രാവിലെ ഉറക്കൊണർന്നതിന് ശേഷം അവരെ വയറ് നിറയെ ഞാൻ പാല് കുടിപ്പിച്ചു. ശേഷമാണ് എൻ്റെ മക്കൾക്കും ഭാര്യമാർക്കൊക്കെ പാല് കൊടുത്തത്. അത് ഞാൻ നിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് മാത്രം ചെയ്ത പ്രവൃത്തിയാണല്ല. അതുകൊണ്ട് നീ ഞങ്ങൾ ഈ പെട്ടിരിക്കുന്ന വിപത്തിൽ നിന്നും ഞങ്ങൾ നീ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഉടനടി ആ ഗുഹാമുഖം അടഞ്ഞു കിടന്നിരുന്ന പാറ ഒരല്പം നീങ്ങി. അവർക്ക് പുറത്തിറങ്ങാനൊന്നും ഇടമില്ലെങ്കിലും ഒരല്പം അത് മാറി. രണ്ടാമത്തെ ആൾ മുന്നോട്ട് വന്നു. ആ പാറയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ, എനിക്കൊരു പെൺകുട്ടിയെ വളരെയധികം ഇഷ്ടമായിരുന്നു. എൻ്റെ ബന്ധു കൂടിയായിരുന്നു അവൾ. ഏതൊരവസരവും അവളെ സ്വന്തമാക്കാൻ വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. ഞാൻ അവളോട് പലതവണ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവൾക്കൊരിക്കലും സമ്മതമായിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ആ സമയത്താണ് നാട്ടിൽ വളരെയധികം പട്ടിണിയും വരൾച്ചയൊക്കെ സംഭവിച്ചത്. അവളുടെ വീട്ടിൽ പണമില്ലാതായി. അവൾ വളരെ ദാരിദ്ര്യത്തിലായി. അങ്ങനെയാണ് ഒരു ദിവസം അവൾ എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നത്. ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചിരുന്ന പെൺകുട്ടി എൻ്റെ വീട്ടിലേക്ക് അവളൊരാവശ്യത്തിന് വേണ്ടി കയറി വന്നിരിക്കുകയാണ്. ഞാൻ ആ അവസരം മുതലെടുക്കാൻ തന്നെ തീരുമാനിച്ചു. നീ എനിക്ക് വഴങ്ങിത്തരികയാണെങ്കിൽ നിനക്ക് 100 സ്വർണ്ണ നാണയം ഞാൻ തരാം. അവളുടെ ഗതികേട് കൊണ്ട് അവൾ അതിന് സമ്മതിക്കുകയും ചെയ്തു. അവൾ എൻ്റെ മുറിയിൽ, എൻ്റെ കട്ടിലിൽ എനിക്ക് വഴങ്ങിത്തരാൻ വേണ്ടി മലർന്ന് കിടക്കുകയാണ്. ഞാൻ അവളുടെ തൊട്ടടുത്ത് നിൽക്കുന്നു. ആ സമയത്ത് അവൾ പറഞ്ഞു, നീ അള്ളാഹുവിനെ പേടിക്കണം. അവൾ ആ പറഞ്ഞു കഴിഞ്ഞതും എൻ്റെ മനസ്സിൽ എന്തോ മാറ്റങ്ങൾ സംഭവിച്ചു. ഞാൻ അവിടെ നിന്നും ഒന്നും പറയാതെ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവർക്കാവശ്യമായ 100 സ്വർണ്ണ നാണയങ്ങളും കൊടുത്തു. അല്ലാ, ഞാനാ ചെയ്തത് നിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ പെട്ടിരിക്കുന്ന വിപത്തിൽ നിന്നും നീ ഞങ്ങളെ സംരക്ഷിക്കണം. ഉടനടി പാറ അല്പം കൂടി പുറത്തേക്ക് നീങ്ങി. വെളിച്ചം അകത്തേക്ക് കടക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് പുറത്തിറങ്ങാൻ മാത്രം വിടവുണ്ടായിരുന്നില്ല. ഉടനടി മൂന്നാമത്തെ ആൾ വന്നുകൊണ്ട് പാറയിൽ കൈവച്ചിട്ട് പ്രാർത്ഥന തുടങ്ങി, റബ്ബേ, ഞാൻ ഒരുപാട് ആളുകളെ വിളിച്ചിട്ട് എൻ്റെ വീട്ടിലിങ്ങനെ ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു. ഒരു ദിവസം അങ്ങനെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യാൻ വന്നു. എല്ലാവർക്കും പണി കഴിഞ്ഞ് പോകുന്ന സമയത്ത് കൃത്യമായ വേതനവും നൽകും. അങ്ങനെ ഒരു ദിവസം ഒരുപാട് ആളുകൾ വന്നു. അവർക്കെല്ലാവർക്കും വൈകുന്നേരം ഞാൻ അവരുടെ ശമ്പളവും കൂലിയൊക്കെ നൽകി അവർ തിരിച്ചയച്ചു. പക്ഷേ ഒരാൾ മാത്രം അയാളുടെ കൂലി വാങ്ങിയില്ല. ഒന്നും പറയാതെ അയാൾ തിരിച്ചുപോയി. അയാളുടെ പൈസ ഞാൻ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. പക്ഷേ
അത് ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് ഇറക്കുകയും അതുവഴി ഞാൻ കൃഷി ചെയ്യുകയും ആ കൃഷിയിൽ നിന്ന് കിട്ടിയ ലാഭത്തിൽ ആടുകളെ വാങ്ങുകയും പിന്നീട് ഒട്ടകങ്ങളെ വാങ്ങുകയും ഒരുപാട് അടിമകളെ വാങ്ങുകയും അങ്ങനെ അയാളുടെ കൂലി കൊണ്ട് മാത്രം എനിക്കൊരു വലിയ ബിസിനസ് സാമ്രാജ്യം തന്നെ കൃഷിയും ഒട്ടകങ്ങളും ആടുകളൊക്കെ ആയിട്ട് രൂപപ്പെട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സമൃദ്ധിയിലായി എൻ്റെ ജീവിതം. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഒരു ദിവസം എൻ്റെ വാതിലിൽ ഒരു വൃദ്ധനായ മനുഷ്യൻ വന്നിട്ട് മുട്ടുകയാണ്. മുതലാളി, ഞാൻ നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ആളാണ്. അന്ന് ഞാൻ എൻ്റെ വാങ്ങാതെ പോയ ശമ്പളം ഇവിടെയുണ്ട്, അതെനിക്ക് തിരിച്ചു തരണം. ഞാൻ എൻ്റെ വീടിൻ്റെ മുൻപിലുള്ള താഴ്വാരത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് മുഴുവൻ നിങ്ങളുടേതാണ്. അവിടെ കൂടിയിരിക്കുന്ന അടിമകളും ഒട്ടകങ്ങളും ആടുകളും എല്ലാം നിങ്ങളുടേതാണ്. മുതലാളി, നിങ്ങൾ എന്നെ കളിയാക്കരുത്. അല്ല, നീ അന്ന് വാങ്ങാതെ പോയ ആ കൂലിയിൽ നിന്നാണ് ഞാൻ ഈ സാമ്രാജ്യം മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് മുഴുവനും നിന്റെ സ്വന്തമാണ്, നിനക്കിത് മുഴുവനും കൊണ്ടുപോകാമെന്ന് പറയുന്നു. അയാൾ ഒരു മടിയും കൂടാതെ അത് മുഴുവൻ, ഒരു ആടിനെ പോലും ബാക്കി വെക്കാതെ മുഴുവൻ സമ്പത്തും എടുത്തിട്ട് അയാൾ തിരിച്ചു പോവുകയാണ്. അള്ളാഹുവേ, ഇത് ഞാൻ ചെയ്തത് നിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ വിപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. മൂന്നാമത്തെ ആളും പ്രാർത്ഥന കഴിഞ്ഞതോടുകൂടെ ആ പാറ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് മാറുകയും അവർ 3 പേരും ആ ഗുഹയിൽ നിന്നിറങ്ങി അവരുടെ സഞ്ചാരം തുടരുകയും ചെയ്തു. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കഥ പറഞ്ഞിങ്ങനെ അവസാനിപ്പിക്കുന്നുണ്ട്. നമുക്കും ഒരുപാട് പാഠങ്ങൾ ഈ കഥ പറഞ്ഞു തരുന്നുണ്ട്.